ഞാൻ മുമ്പ് മസ്താംപള്ളിയിൽ ദർസ് നടത്തുന്ന സമയം അന്ന് എൻ്റെ അടുക്കൽ ഓതിപ്പടിച്ച ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഒരു വീട് നോക്കാൻ വേണ്ടി പോയ സന്ദർഭം, 1.5 ലക്ഷം രൂപയ്ക്ക് വീട് നോക്കാൻ പോയ സന്ദർഭം. അപ്പൊ വീട് നോക്കാൻ പോയി, പൈസ കയ്യിലില്ല എങ്കിലും ഒപ്പിച്ചുകൊണ്ട് വീട് നോക്കാൻ. അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് കൊടുക്കുന്നതാകുന്ന ഒരു സന്ദർഭമുണ്ട്. പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട് അല്ലെ, നമ്മുടെ നാടുകളിലും. അങ്ങനെ ഒറ്റയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോയി ഒരു വീട് നോക്കാൻ. അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അതിനെ ന്യായീകരിക്കല്ല, മറിച്ച് ഓരോരുത്തരും അവരുടെ അവസ്ഥ കൊണ്ട് ചിലപ്പോഴങ്ങനെ ചെയ്തു വരാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെ ചെയ്യുമ്പോൾ പള്ളിയിൽ 5 വഖത്ത് നിസ്കരിക്കുന്നതാകുന്ന ദീനീബോധമുള്ള മതനിഷ്ഠയുള്ള തക്കവയുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞു, എന്റെ വീട് ഞാനിതാ നൽകാം, ഞങ്ങളിപ്പോ മറ്റൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്, താമസം മാറിയിട്ടുണ്ട്, എന്റെ വീട് തരാം. ചെന്ന് കണ്ടു, ആ വീടിൻ്റെതാകുന്ന കാര്യങ്ങൾ പറഞ്ഞു ഉറപ്പിച്ചു. അപ്പോൾ ഒരു റൂം മാത്രം കുറ്റിയിട്ടിരിക്കുകയാണ്, ഇങ്ങനെ കൊളുത്തിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു 50,000 രൂപയുടെ കുറച്ചു തരാം, പക്ഷെ ഈ റൂമിലുള്ള പുരാവസ്തുവിനെ കൂടി നോക്കണം. അതാരാണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോട് കുറ്റി തുറന്നു നോക്കുമ്പോ ഈ പറയുന്ന വ്യക്തിയുടെ ഉമ്മയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, എവിടെയാണ് ലോകം എത്തിയിരിക്കുന്നത്. സ്വന്തം ഉമ്മയെ കച്ചവടച്ചാരക്കാക്കുന്ന മക്കളുള്ള കാലഘട്ടം. 50,000 രൂപയുടെ ഒറ്റി ഞാൻ കുറച്ചു തരാം, 1 ലക്ഷം രൂപയാക്കി തരാം, പക്ഷെ ഈ പുരാവസ്തുവിനെ നോക്കണമെന്ന ആ വിദ്യാർത്ഥിയോട് ഒരു നാട്ടുകാരനാകുന്ന വലിയ സമുന്നതനായ, സമൂഹത്തിൽ വലിയ വിലയും നിലയുമുള്ള 5 വഖത്ത് നമസ്കാരമുള്ള നിസ്കാര തഴമ്പുള്ള വ്യക്തികൾ പോലും പറയുന്നുണ്ട് എങ്കിൽ, അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, മുസ്ലിം സമുദായത്തിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് നാവ് ബന്ധമുണ്ടെങ്കിൽ എവിടെയാണ് നമ്മുടെ സമൂഹങ്ങൾ എത്തിപ്പോയിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്ത് ആത്മീയതയാണ് നേടിയെടുത്തിട്ടുള്ളത്? നമ്മൾ റമദാൻ കൊണ്ട് എന്ത് വിശുദ്ധിയാണ് നേടിയെടുത്തിട്ടുള്ളത്? നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന വീട് ഞാൻ 1 രൂപയ്ക്ക് തരാം, 1 ലക്ഷത്തിന് തരാം. ഈ പുരാവസ്തുവിനെ നിങ്ങളൊന്ന് നോക്കാൻ തയ്യാറാകുകയാണ് എങ്കിൽ, പുരാവസ്തുവാകുന്ന ഉമ്മാക്കിട്ട വില 50,000 രൂപ. ലോകം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നത്തെ സമൂഹത്തിൽ നടക്കാൻ മാതാപിതാക്കളെ തെറി വിളിക്കുന്നതിലോ ശകാരിക്കുന്നതിലോ ചീത്ത വിളിക്കുന്നതിലോ അവരുമായിട്ട് വഴക്കടിക്കുന്നതിലോ യാതൊരുവിധ പ്രശ്നവുമില്ലാത്ത കാലഘട്ടം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ എന്ന് അല്ലാഹു വ്യക്തമായി കൽപ്പിക്കുകയാണ്, വിധിക്കുകയാണ്. തീർന്നില്ല. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. നിങ്ങളുടേതാകുന്ന പ്രായം ചെന്ന മാതാപിതാക്കളിൽ 2 പേരെയും അല്ലെങ്കിൽ ഒരാളെയോ നിങ്ങളുടെ പ്രായാധിക സമയത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്, ചെയ്യുന്ന ഒരു വാക്ക് പോലും അവരോട് പറയരുതേ. വിശുദ്ധ ഖുർആൻ 1400 വർഷം മുമ്പ് പരിശുദ്ധ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഇത് ഓതി കൊടുക്കുമ്പോ സ്വഹാബത്ത് പൊട്ടിക്കരയുകയാണ്. മക്കള് മാതാപിതാക്കളെ ചീത്ത വിളിക്കുമോ റസൂലേ? സ്വഹാബത്ത് നെടുവീർപ്പിട്ടുകൊണ്ട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരും സ്വഹാബ, അടുത്ത ഒരു കാലഘട്ടത്തിൽ അത് കാണാൻ സാധിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫലാ തഖുൽ ലഹുമാ ഉഫ്, ചെയ്യുന്ന വാക്ക് പോലും മാതാപിതാക്കളോട് പറയരുതേ. വിശുദ്ധ ഖുർആൻ. വലാ തൻഹറുഹുമാ, അവരെ
ആട്ടരുതേ, അവരെ വിരട്ടരുതേ, അവരോടൊരു തുറിച്ചു നോട്ടം പോലും അരുതേ, അരുതേ. പ്രായം ചെന്ന മാതാപിതാക്കൾ അവർ നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത്. നിന്നെ നൊന്ത് പ്രസവിച്ചതാകുന്ന മാതാവല്ലയോ, നിന്നെ ഗർഭം ചുമന്നതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയല്ലയോ? ആ ഗർഭം ചുമന്ന കാലഘട്ടത്തിൽ എത്ര പ്രാവശ്യമാണ് ഡോക്ടർ അവരോട് നിർദ്ദേശം ചെലുത്തിയത്? അല്ലയോ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചു പോയാണ്, ക്ഷീണിക്കുകയാണ്. ഈ കുട്ടിയെ ഒഴിവാക്കി കൂടെ? എന്തേ? ഈ കുട്ടിയെ നിലനിർത്തിക്കൊണ്ട് പോയാൽ നിങ്ങളുടെ ശരീരത്തിന് തന്നെ അപകടമാണെന്ന് പല ആവർത്തി സൂചിപ്പിച്ചതാണ്. പക്ഷേ തയ്യാറാവുന്നില്ല, ഒരു ഉമ്മയും തയ്യാറാവുന്നില്ല. എന്റെ കുട്ടി ഒഴിവാക്കിയിട്ടുള്ള ഒരു സുഖം എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട, വേണ്ട, വേണ്ട. അവന് ശരീരത്തിൽ നിലകൊള്ളട്ടെ, അവന് ഞാൻ പ്രസവിച്ചു കൊള്ളാം, പ്രസവിച്ചു കൊള്ളാം. ഉമ്മ എല്ലാ ത്യാഗങ്ങളും സഹിക്കുകയാണ്, സഹിക്കുകയാണ്. ക്ലേശത്തിന്റെ മേൽ ക്ലേശം, ദുരിതത്തിന്മേൽ ദുരിതമായി മാതാവ് അനുഭവിച്ച നൊമ്പരം എന്തേ പ്രിയപ്പെട്ട ചെറുപ്പക്കാര അറിയാതെ പോയത്? ആ ഗർഭം ചുമന്ന കാലഘട്ടത്തിൽ അവർ ഇടത് ഭാഗത്തിന്മേൽ ചെരിഞ്ഞുകൊണ്ടാണ് കിടന്നിട്ടുള്ളത്. വലത് ഭാഗത്തിന്മേൽ ചെരിയാൻ അവർക്ക് താല്പര്യമുണ്ട്, ആസ്വാദനമുണ്ട്. പക്ഷേ തന്റെ പ്രിയപ്പെട്ട കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് കരുതുകയാണ്. വളരെ സുഗമമായി എന്റെ പൊന്നമോൻ ഈ ലോകത്തേക്ക് കടന്നു വരട്ടെ, ആത്മീയമാകുന്ന വളർച്ചയുണ്ടാവട്ടെ, എന്റെ പൊന്നമോൻ ഈ നാടിന്റെ മുത്തായി വളരണം, ഈ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി എന്റെ മകൻ ഇറങ്ങിത്തിരിക്കണമെന്നുള്ള ആശയാണ്. ഈ ഭൂമുഖത്തേക്ക് പ്രസവിച്ചു വീഴുന്ന ഓരോ കുട്ടിയും പഠിക്കേണ്ട പാഠമാ. വഫിസാലുഹു ഫീ ആമൈൻ. നിന്നെ ഗർഭം ചുമന്ന കാലഘട്ടത്തിൽ മാതാവ് എത്രയെത്ര സങ്കടം സഹിച്ചിട്ടുണ്ടടാ, എത്രയെത്ര കല്യാണങ്ങൾ ആ ഉമ്മ പോകാതിരുന്നിട്ടുണ്ടടാ. 4 മാസത്തോളം നിനക്ക് റൂഹൂതുന്ന സമയം വരെ എത്രയോ കല്യാണങ്ങൾ അയൽവക്കത്ത് നടന്നുപോയി, നാട്ടിൽ എത്രയെത്ര പരിപാടികൾ നടന്നുപോയി. ഒരു പരിപാടിക്ക് ഉമ്മ പോയിട്ടില്ല. ഉമ്മ ഛർദിച്ചതും ഉമ്മ നിലകൊണ്ടതും ഉമ്മ സംസാരിച്ചിട്ടുള്ളതും ഉമ്മ ഖുർആൻ ഓതുന്നതും ഉമ്മ ദിക്ർ ചൊല്ലുന്നതും ഉമ്മ നിസ്കരിക്കുന്നതും ഉമ്മ പ്രാർത്ഥിക്കുന്നതുമെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് പൊന്നമോനെ, നിനക്ക് വേണ്ടിയിട്ടാണ് ഉമ്മ ഇതാ ജീവിതം മുഴുവനും മാറ്റിവെച്ചത്. നിന്നെ നൊന്ത് പ്രസവിച്ചതും നിനക്ക് 2 വർഷം മുലപ്പാല് നൽകിയതും ആ പ്രിയപ്പെട്ട ഉമ്മയും നിന്നോടുള്ള വാത്സല്യമാണ്, വാത്സല്യമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രായാധിക സമയത്ത് അവരെ എത്തിച്ചാൽ അവർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് നിലകൊള്ളണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി